നമ്മളിത് പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഒന്നുമല്ല, നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന അക്വേറിയത്തിലേക്ക് നമ്മൾ 2 ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ചെയ്ത അപ്ഡേറ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇവർ ബ്രീഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കൺഫേംഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല. കാരണം ഈ അക്വേറിയത്തിൽ നമ്മൾ മുമ്പ് ഇട്ടായിരുന്ന പ്ലാറ്റികളാണ്. പ്ലാറ്റികൾ ബ്രീഡായിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പിടിക്കാനായിട്ട് കിട്ടിയില്ല. അഡൾട്ട് പ്ലാറ്റികളെ മുഴുവൻ നമ്മൾ തൊട്ടടുത്ത അക്വേറിയത്തിലാണ് ഇട്ടിട്ടുള്ളത്. മാക്സിമം പിടിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പിടിച്ച് മാറ്റി അപ്പുറത്തെ അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തൊരു 3-4 എണ്ണം ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന അക്വേറിയത്തിലാണ് നമ്മൾ അഡൽട്ട് പ്ലാറ്റികളെല്ലാം ഇട്ടിട്ടുള്ളത്. ഇതിനകത്തും കുറേ കുഞ്ഞുങ്ങൾ ബ്രീഡായി കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ഈ അക്വേറിയത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങൾ ബാക്കി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊട്ടടുത്ത് ചെറിയൊരു മിനി അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണെന്ന് നമുക്ക് സംശയം തോന്നിയ 3 കുഞ്ഞുങ്ങളെ നമ്മൾ വേറൊരു ചെറിയ കണ്ടെയ്നറിൽ മാറ്റിയിട്ടിട്ടുണ്ട്. അത് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. കാരണം കുറച്ച് വലുതായി അവരുടെ വാല് റെഡ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇത്രയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത അപ്ഡേറ്റ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കുറേ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ച് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. ഈ സെയിം ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണ് തോന്നിക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ ഇവർ ബ്രീഡായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ബ്രീഡായ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ വലിയ 2 ഗപ്പികൾ, അതായത് മെയിലും ഫീമെയിലും, ഈ കുഞ്ഞുങ്ങളെ കാണുന്ന സമയത്ത് കൊത്തി ഓടിക്കുന്നൊക്കെ ഉണ്ട്. എങ്കിലും വളരെ അഗ്രസീവായിട്ടൊന്നും ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു അക്വേറിയത്തിനകത്ത് നിറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ അഗ്രഷൻ ചെറിയ രീതിയിൽ കുറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം കൺമുമ്പിൽ ഏത് നേരം കുഞ്ഞുങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൊത്തി ഓടിക്കുന്നത് കാണാം നല്ല രീതിയിൽ തന്നെ. പക്ഷേ ഈ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ഇവരിങ്ങനെ നടക്കുമ്പോൾ അവരുടെ ശ്രദ്ധ മാറിപ്പോവാണെന്ന് തോന്നുന്നു. മാത്രമല്ല, ഇത്രയും ചെടികളൊക്കെ കിടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മാറി നിൽക്കാനും ഒളിച്ച് നിൽക്കാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് കിട്ടുന്നുണ്ട്. ഈ അഡൾട്ട് ഗപ്പികൾ ഇതിനകത്ത് ഉള്ളിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങൾക്ക് അത്ര ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയൊരു സ്പേസ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇവരുടെ ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ. അതുകൊണ്ട് അധികകാലം നമ്മൾ എന്തായാലും ഈ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ വേറൊരു സ്പേസ് സെറ്റ് ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് അതിലേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. പ്ലാറ്റികളെയായിരുന്നു നമ്മൾ കുറേ നാളായിട്ട് ഈ അക്വേറിയങ്ങളിൽ ഇട്ടിരുന്നത്. ഇതിനകത്ത് ജാവ ഫേൺ എന്ന് പറഞ്ഞ ചെടിയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അത് വളരാൻ വേണ്ടിയും ഇതിനകത്ത് മീൻ വേണം. അപ്പോൾ നമ്മൾ പ്ലാറ്റികളെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല റിസൾട്ടായിരുന്നു നമുക്ക് പ്ലാറ്റികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളാണ്, നല്ല രീതിയിൽ ബ്രീഡ് ആവുന്നുണ്ട്, അധികം അസുഖങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ വാങ്ങിയത്. ഈ ഗപ്പികൾ നമ്മളെ ഇതുവരെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടില്ല. കാരണം പ്ലാറ്റികളുടെ പോലത്തെ അതേ ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ കൊണ്ടുവന്ന് ഇട്ട അന്ന് മുതൽ ഇവർ നല്ല ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അന്നത്തെ ദിവസം കുറച്ച് ഡള്ളായിരുന്നു കൊണ്ടുവന്ന് ഇട്ട ദിവസം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ ഇവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പെയറായിട്ട് തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരാഴ്ചക്കുള്ളിലൊക്കെ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു അക്വേറിയത്തിനകത്ത് അഡാപ്റ്റ് ആയി. പിന്നെ അവർ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് തന്നെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മൾ ബീറ്റാ ഫിഷിൻ്റെ ബീറ്റാ ഫിഷിന് കൊടുക്കുന്ന ആ ഒരു ചെറിയ പെല്ലറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവർ കഴിക്കുന്നുണ്ട്. ആ ഫീഡിംഗ് ഒക്കെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഇതുപോലെ ബ്രീഡ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ സക്സസ്ഫുള്ളായിട്ട് അവർ ബ്രീഡ് ആവുകയും ചെയ്തു. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇവരെ ചെക്ക് ചെയ്യാനില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്ലാറ്റികളുടെ പോലെ തന്നെ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സീസണൽ ചേഞ്ച് വരുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോണത്. അതായത് ഇപ്പോൾ വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മഴക്കാലമൊക്കെ വരുന്ന സമയത്താണ് ഫംഗസ്, ഡ്രോപ്സി പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടി ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഏകദേശം പ്ലാറ്റികളുടെ അതേ ഒരു ലെവലിലേക്ക് തന്നെ വരും. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട്, അതായത് ഒരു വർഷം 365 ദിവസവും എല്ലാ സീസണുകളോടും അഡാപ്റ്റായി അസുഖങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ ബ്രീഡായി നടക്കുന്ന മീനുകളാണെന്നുള്ളത് കാര്യം നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതുവരെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് നടന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു ഗപ്പിയെ കാണാൻ നല്ല ഭംഗിയാണ്. മാത്രമല്ല, അത്യാവശ്യം മാർക്കറ്റിൽ ഡിമാൻഡുള്ള വെറൈറ്റിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തതിൻ്റെ കാരണം ഈ കാണുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് കൺഫ്യൂഷനായിരുന്നു ഈ കുഞ്ഞുങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ബ്രീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് കുഞ്ഞുങ്ങളെ ഇറങ്ങുമല്ലോ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവർ ബ്രീഡായി നിറച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങി കളറ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ ആ ഒരു ഗോൾഡൻ യെല്ലോ കളർ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. അപ്പോൾ ഇത് ഇവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണെന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ബ്രീഡായി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ മാറ്റിയിടാനായിട്ട് ഒരു സെപ്പറേറ്റ് സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ അതിലേക്ക് മാറ്റുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അക്വേറിയത്തിനകത്ത് ചെറിയ രീതിയിൽ ആൽഗെ ഫോം ചെയ്ത് വരുന്നുണ്ട് ചില്ലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. വലിയ സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഈ അക്വേറിയത്തിനകത്ത് നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെയാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. മീനുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടും ഇതിനകത്ത് നിറയെ ചെടികൾ ഉള്ളതുകൊണ്ടും വെള്ളത്തിന് യാതൊരു പ്രശ്നവും വരാറില്ല. മാസത്തിലൊരിക്കൽ നമ്മളൊരു 50% വെള്ളം മാറ്റി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എയറേഷനും ഫിൽട്രേഷനും ഒന്നും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും നാച്ചുറലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഗപ്പികളുടെയും ഈ ഒരു അക്വേറിയത്തിൻ്റെയും അപ്ഡേറ്റ്.
പിന്നെ നമ്മൾ പിടിച്ചു മാറ്റിയ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മിനി അക്വേറിയത്തിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ തുടക്കം മുതലേ കുഞ്ഞുങ്ങളെ ഇടുന്നത് കൊണ്ട് ആദ്യം ഇട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സൈസായിട്ടുണ്ട്. കണ്ടില്ലേ, ചില കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സൈസ് ഉണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഈ അക്വേറിയങ്ങളിലെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് കുറയുന്നുണ്ട്. നമ്മളത് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റുന്ന സമയത്ത് ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണോ എന്ന് നമുക്ക് സംശയം തോന്നിയ 3 കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ചെറിയ കണ്ടെയ്നറിലാണ് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 3ഉം ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണെന്ന് നമുക്ക് കൺഫേംഡ് ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു കുഞ്ഞിൻ്റെ വാല് റെഡ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ ഇതുവരെയുള്ള അപ്ഡേറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.